നമ്മുടെ ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ബ്രിട്ടീഷ് നാവികസേനയുടെ അതീവ സുരക്ഷാ വിഭാഗത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു സുരക്ഷാ വീഴ്ച പുറത്തു വന്നിരിക്കുകയാണ്. ബ്രിട്ടന്റെ റോയൽ നേവിയും സ്പെഷ്യൽ ഫോഴ്സും ഉപയോഗിക്കുന്ന അത്യാധുനിക സർവൈലൻസ് ഡ്രോണുകളിലെ ക്യാമറകളിൽ ചൈനീസ് ബന്ധമുള്ള ഘടകങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ ക്യാമറകൾ രഹസ്യമായി ചൈനയിലെ ഒരു IP അഡ്രസ്സിലേക്ക് സിഗ്നലുകൾ അയച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആഗോള പ്രതിരോധ രംഗത്ത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ബ്രിട്ടീഷ് പ്രതിരോധ കരാറുകാരായ ക്രാക്കൻ ടെക്നോളജി ഗ്രൂപ്പ് നിർമ്മിച്ച K3 സ്കൗട്ട് എന്ന ആളില്ലാ മറൈൻ ഡ്രോണുകളിലാണ് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയത്. റോയൽ മറൈൻസിന്റെ പ്രത്യേക വിഭാഗം ഈ വർഷം മാർച്ച് മുതൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് 12 ദൗത്യം ലക്ഷ്യമിട്ടുള്ള ഈ 12 ദശലക്ഷം പൗണ്ടിന്റെ ഡ്രോൺ ഫ്ലീറ്റ്. നടത്തിയ പതിവ് സൈബർ സുരക്ഷാ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. ഡ്രോണുകളിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറകളിൽ ചൈനീസ് നിർമ്മിത ചെറിയ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അവ ചൈനയിലെ ഒരു പ്രത്യേക IP അഡ്രസ്സിലേക്ക് ഹാർട്ട് ബീറ്റ് കമ്മ്യൂണിക്കേഷൻസ് അയച്ചുകൊണ്ടിരുന്നു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അതായത് ഉപകരണം ഓൺലൈനിലുണ്ടെന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്ഥിരീകരിക്കുന്ന ചെറിയ സിഗ്നലുകളാണ് ചൈനയിലേക്ക് രഹസ്യമായി പ്രവഹിച്ചിരുന്നത്. ഈ വാർത്ത ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കാരണം ഈ ഡ്രോണുകൾ വിന്യസിക്കപ്പെട്ടിരുന്നത് ബ്രിട്ടന്റെ എലൈറ്റ് സ്പെഷ്യൽ ഫോഴ്സായ സ്പെഷ്യൽ ബോട്ട് സർവീസിന്റെ ആസ്ഥാനത്തിന് സമീപമാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ രഹസ്യ മീറ്റിംഗുകൾ നടന്നിരുന്ന സ്ഥലങ്ങൾക്ക് സമീപം ഈ ഡ്രോണുകൾ പ്രവർത്തിച്ചിരുന്നു എന്നതും ഡ്രോണുകൾ ഓഫ് ചെയ്ത അവസ്ഥയിൽ പോലും ക്യാമറകൾ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നതും വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തുന്നത്. വിഷയം ഗൗരവമായി കണ്ട ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം ഈ ക്യാമറകളുടെ മുഴുവൻ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും പെട്ടെന്നു തന്നെ വിച്ഛേദിക്കുകയുണ്ടായി. എന്നിരുന്നാലും തങ്ങളുടെ സെൻസിറ്റീവായ വിവരങ്ങളോ സിസ്റ്റങ്ങളോ ചോർന്നു പോയിട്ടില്ലെന്നും സുരക്ഷാ പരിശോധനയിലൂടെ പ്രശ്നം നേരത്തെ തന്നെ കണ്ടെത്തി പരിഹരിച്ചുവെന്നുമാണ് പ്രതിരോധ മന്ത്രാലയവും നിർമ്മാതാക്കളായ ക്രാക്കൻ കമ്പനിയും ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. എങ്കിലും മൂന്നാം കക്ഷി നിർമ്മാതാക്കളിൽ നിന്ന് ഘടകങ്ങൾ വാങ്ങുമ്പോൾ യഥാർത്ഥ ഉറവിടം പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടത് വലിയ വീഴ്ചയാണെന്ന് പ്രതിപക്ഷ പാർട്ടികളും പ്രതിരോധ വിദഗ്ധരും കുറ്റപ്പെടുത്തുന്നുണ്ട്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ മാസം SBS ആസ്ഥാനത്ത് ചൈനീസ് നിർമ്മിത ഇലക്ട്രിക് കാറുകൾ നിരോധിച്ചിരുന്നു. ലോകരാഷ്ട്രങ്ങൾ എത്രയൊക്കെ ജാഗ്രത പാലിച്ചാലും ആഗോളതലത്തിലെ സപ്ലൈ ചെയിനിൽ ചൈനീസ് നിർമ്മിത ഘടകങ്ങൾ എത്ര ആഴത്തിലാണ് വേരൂന്നിക്കിടക്കുന്നത് എന്നാണ് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തം പ്രതിരോധ ഉപകരണങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് പോലും കൃത്യമായി ഉറപ്പുവരുത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് രാജ്യത്തിനകത്ത് വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്രിട്ടന്റെ നാവിക കരുത്തിനെ ലക്ഷ്യമിട്ട് ചൈന രഹസ്യമായി നടത്തിയ ഈ നീക്കം പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഈ അന്താരാഷ്ട്ര വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.